ജസ്റ്റ് സമ്മറി മാത്രമാണ്. പഴയ ടാക്സേഷനും നമ്മുടെ പുതിയ GSTയും ഓക്കെ അല്ലേ? ഫോർത്ത് പോയിന്റ് ടാക്സ് ഓൺ പ്രൊഡക്ഷൻ, ടാക്സ് ഓൺ കൺസംഷൻ, അതൊന്നും അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ GSTയിൽ നമ്മൾ IGST എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ? എന്ത് ചെയ്യുക? IGST ഇന്റഗ്രേറ്റഡ് GST. രണ്ട് കാര്യങ്ങൾക്കാണ് IGST. എന്താണ്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലെ? ഇപ്പൊ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എടുക്കുകയാണ് കേരള തമിഴ്നാട്. കേരള തമിഴ്നാടിനൊരു ഗുഡ്സ് സെല്ല് ചെയ്യാണ് അല്ലെ? അപ്പൊ അവിടെ സെന്റർ എന്ത് കളക്ട് ചെയ്യും? IGST കളക്ട് ചെയ്യും. ഇതുവരെ ഓക്കെ ആണോ? തമിഴ്നാട്ടിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് കേരളയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. നിലവിലെ സ്കീം പ്രകാരം ഏത് തരം GST ആണ്? IGST ആണ്. ഇതില് തമിഴ്നാടാണ് എന്ത്? ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലേ? ഓക്കെ ആണോ? കേരള എന്ന് പറയുന്നത് എന്താ? കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? ഇതുവരെ പ്രശ്നമില്ലല്ലോ. പഴയ ടാക്സേഷനിലാണെങ്കിൽ GST ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ് ഉണ്ടായിരുന്നത്. എന്താണ് പ്രത്യേകത? വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ്. അപ്പൊ ഈ വാറ്റ് എന്ന് പറയുന്ന ടാക്സ് പഴയ ടാക്സേഷനിലാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിൽക്കുമ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് ആണ് ആ വാറ്റ് അപ്ലൈ ചെയ്യുക. തമിഴ്നാട് ഗവൺമെന്റ് അത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാടിനായിരിക്കും ആ വാറ്റ് എന്ന് പറയുന്ന ടാക്സ് കിട്ടുക. തമിഴ്നാട് എന്ന വാക്ക് മാറ്റ്. പഴയ ടാക്സേഷനിലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിനായിരിക്കും എന്ത് കിട്ടുക? ആ പ്രൊഡ്യൂസിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ടാക്സ് കിട്ടുക. IGSTയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റ് ആണോ പ്രൊഡക്റ്റ് വാങ്ങി കൺസ്യൂം ചെയ്യുന്ന ആ സ്റ്റേറ്റിനായിരിക്കും ആ ടാക്സ് കൊടുക്കുക. ഓക്കെ ആണ്? എന്താ ഡിഫറൻസ്? പഴയ ടാക്സേഷനിൽ വാറ്റ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. വാറ്റ് ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് അവരാണ് വാറ്റ് ഇമ്പോസ് ചെയ്യുക. സോ ടാക്സ് വിൽ ബി ഗിവൺ ടു ദി പ്രൊഡ്യൂസർ സ്റ്റേറ്റ് ഓർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്. IGSTയിൽ എന്താണ് നടക്കുന്നത്? IGST കളക്ട് ചെയ്യുന്നത് സെന്റർ ആയിരിക്കും. ആ ടാക്സ് സെന്റർ കൊടുക്കുന്നത് ആർക്കായിരിക്കും? കൺസെപ്ഷൻ സ്റ്റേറ്റിനായിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിരുന്നു വായിച്ചപ്പോ തന്നെ? എന്താണ് ഇനി വായിച്ചു നോക്കിയ നാലാമത്തെ പോയിന്റ്? ഓൾഡ് മെത്തഡിലാണെങ്കിൽ ടാക്സ് ആർക്ക് കിട്ടും? പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിന് കിട്ടും. ദാറ്റ് ഈസ് ടാക്സ് ഓൺ പ്രൊഡക്ഷൻ. ഇനി GSTയിലാണെങ്കിലോ ടാക്സ് അല്ലെങ്കിൽ IGST ആർക്കാണ് കിട്ടുക? കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് കിട്ടുക. ദാറ്റ് ഈസ് ടാക്സ് ഓൺ കൺസെപ്ഷൻ. ഓക്കെ അല്ലേ? ഇപ്പൊ ഒബ്വിയസ്ലി നമ്മളിപ്പോ എന്ത് കണ്ടു? GSTക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടു. അപ്പൊ ഒരു മെയിൻസ് ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്തെന്ന് കൊടുക്കണം? GST എഴുതി, GSTയുടെ ഗുണം എഴുതി, പ്രശ്നം എഴുതി. ഒരിക്കലും പ്രശ്നം എഴുതി നമ്മൾ ഒരു മെയിൻസിന് ഉത്തരം നിർത്തരുത്. എന്ത് വേണം? നമ്മൾ കുറച്ച് സജഷൻസ് കൊടുക്കണം. ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദി GST? അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ടെക്നിക്ക് കൊടുക്കരുത്. ഗവൺമെന്റ് ഒരുപാട് കമ്മിറ്റീസ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മെയിൻസിന് എഴുതാനുള്ള എളുപ്പത്തിന് ഒരു ഗവൺമെന്റ് കമ്മിറ്റിയുടെ കാര്യം ഞാനിവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. എന്താണ് കമ്മിറ്റിയുടെ പേര്? സുബ്രഹ്മണ്യൻ കമ്മിറ്റി. എന്തൊക്കെയാണ് സുബ്രഹ്മണ്യൻ കമ്മിറ്റി GSTയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള സജഷൻസ്? ഫസ്റ്റ് വൺ, സിംപ്ലിഫൈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, പ്രൊട്ടക്ട് റവന്യൂസ് ആൻഡ് എൻകറേജ് കംപ്ലൈൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ GST ആളുകൾ അടയ്ക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യരുത്? GST വെട്ടിപ്പുകൾ പരമാവധി ഗവൺമെന്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് ഇംപ്രൂവിംഗ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, 3 റേറ്റ്സ് സ്റ്റാൻഡേർഡ് റേറ്റ്. നമുക്ക് നിലവിൽ 5 അല്ലെങ്കിൽ 4 സ്ലാബ് അല്ലേ? 5, 12, 18, 28 ആ സ്ലാബിന്റെ എണ്ണം കുറയ്ക്കണം. 3 സ്റ്റേജസ് ആയി കുറയ്ക്കണം, അല്ലെങ്കിൽ 3 സ്ലാബ് ആയിട്ട് കുറയ്ക്കണം. അതാണ് അടുത്ത സജഷൻ. ഇനി ആൽക്കഹോള്, റിയൽ എസ്റ്റേറ്റ്, ഈ രണ്ടുപേരും GSTയിൽ ഇല്ല, പക്ഷെ നല്ല ടാക്സ് ജനറേറ്റ് ചെയ്യുന്ന ഫീൽഡുകളാണ്. ഈ രണ്ട് ഫീൽഡുകളെയും എന്തിലേക്ക് കൊണ്ടുവരണം? GSTയിലേക്ക് കൊണ്ടുവരണം. ഇത് രണ്ടും നമ്മൾ GST എക്സംഷനിന്റെ അവിടെ കണ്ടിരുന്നു. ഈ രണ്ട് ഫീൽഡുകളും GSTയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കോമ്പൻസേഷൻ ടു റീഇൻഫോഴ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. 5 വർഷം കഴിഞ്ഞപ്പോ എന്ത് വിഡ്രോ ചെയ്തു? സ്റ്റേറ്റിന് കൊടുത്തിരുന്ന ടാക്സ് റവന്യൂവിലുള്ള കുറവിന്റെ കോമ്പൻസേഷൻ വിഡ്രോ ചെയ്തു. നല്ല രീതിയിൽ GST റൺ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിന്റെ കോപ്പറേഷൻ എൻഷുർ ചെയ്യണം. സോ സെന്റർ ഷുഡ് റീസ്റ്റാർട്ട് ഓർ കണ്ടിന്യൂ ദി കോമ്പൻസേഷൻ സ്കീം.
ലാസ്റ്റ് വൺ, GST implementation must be evaluated every 1 or 2 years. 1-2 വർഷം കഴിയുമ്പോൾ GST പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാം, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നടത്തി വി ഹാവ് ടു ഇംപ്രൂവ് GST. ആക്ച്വലി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞുതരാം. അതാകുമ്പോ അതിനുള്ള വൈ വി ആർ എക്സംപ്റ്റഡ് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് ദി ആൽക്കഹോൾ ഫ്രം GST. റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ആൽക്കഹോളും പ്രോപ്പർട്ടിയും കൂടി നമ്മൾ GSTയുടെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ടാക്സ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പവറും പോകും. സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ടാക്സ് ചെയ്യാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒറ്റ പ്രൊഡക്റ്റും ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, കേരളത്തിന്റെ വരുമാനത്തിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഉടനടി കേരള ഗവൺമെന്റ് എന്ത് കൂടും, ലിക്കറിന് മുകളിലുള്ള ടാക്സ് കൂട്ടും. ഒബ്വിയസ്ലി ലിക്കറിന് മുകളിലുള്ള ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് കിട്ടും, കൂടുതൽ വരുമാനം കിട്ടും. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലിക്കർ അതേപോലെയുള്ളതും കൂടി GSTയിൽ ഉൾപ്പെടുത്തിയ എന്താ പ്രശ്നം, GSTയുടെ സ്ലാബ് മാറ്റണമെങ്കിൽ ആര് തീരുമാനം എടുക്കണം, GST കൗൺസിൽ തീരുമാനം എടുക്കണം. എസ്പെഷ്യലി കേരള ഈസ് ആൻ ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്. എളുപ്പമായിരിക്കില്ല GSTയിൽ നിന്നൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ കിട്ടാൻ. മറിച്ച് കേരളം പോലുള്ള സ്റ്റേറ്റുകൾക്ക് 1-2 സാധനങ്ങൾ ഇൻഡിപെൻഡന്റ് ടാക്സേഷൻ ഉണ്ടെങ്കിലോ എന്തേലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ they can change the tax rate and they can change their tax revenue. അതുകൊണ്ടാണ് കുറച്ച് പ്രൊഡക്റ്റിനെ അവിടെ നീക്കി വെച്ചിട്ടുള്ള അതിന് GSTയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാ സ്റ്റേറ്റുകളും കൂടി സമ്മതിച്ചപ്പോഴല്ലേ GST വന്ന്. നെഗോഷിയേഷൻ ടൈമിൽ അവർ പറഞ്ഞു എല്ലാ ടാക്സും നമ്മൾ സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ടാക്സേഷൻ ഉണ്ടാവില്ല, കുറച്ച് പ്രൊഡക്റ്റ് എങ്കിലും ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ടാക്സേഷൻ വേണം എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു ഐഡിയ കേട്ടോ. GSTയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിൽ 4ാമത്തെ പോയിന്റ്, ബെനിഫിറ്റ് ടു സെക്ടേഴ്സ് സച്ച് ആസ് മാനുഫാക്ചറിങ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോജിസ്റ്റിക്സിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ വേ ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൺ ഓഫ് ദി മേജർ ഇഷ്യൂ റിഗാർഡിംഗ് ഇന്ത്യസ് മാനുഫാക്ചറിങ് ഈസ് ലോജിസ്റ്റിക് കോസ്റ്റ് ഈസ് വെരി വെരി ഹയർ. ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് 13-14% ഓഫ് GDP ആണ്. 30-14% ഓഫ് GDP ആണ്. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത് 6-7% ഓഫ് GDP ആണ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രൊഡക്ട്സ് എന്താണ് ഫോറിൻ മാർക്കറ്റിൽ ഒട്ടും കോമ്പറ്റീറ്റീവ് അല്ലാത്തതിന്റെ ഒരു കാരണം ഈ ലോജിസ്റ്റിക് കോസ്റ്റ് ആണ്. വേ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ലോജിസ്റ്റിക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് പോയിന്റ് ഇട്ട് എഴുതുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. ഫോർമലൈസേഷൻ എന്ന വാക്കിനർത്ഥം എന്താ, കൂടുതൽ ആളുകൾ ഗവൺമെന്റില് ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. ടാക്സ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഗവൺമെന്റിന്റെ റെക്കോർഡിൽ വരും. ഗവൺമെന്റിലെ റെക്കോർഡിൽ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോർമലൈസേഷൻ. ഓർഗനൈസേഷൻസ് ഗവൺമെന്റിന്റെ റെക്കോർഡിലേക്ക് വരുന്നതിന് ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്നും ഗവൺമെന്റിന്റെ റെക്കോർഡിൽ ഇല്ലാത്തതിനെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും നമ്മൾ പേര് വിളിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഫോർമലൈസേഷൻ. നെക്സ്റ്റ് വൺ, ആന്റി പ്രൊഫിറ്റീറിംഗ് മെഷർ. ഇപ്പോ നമ്മൾ ഗവൺമെന്റ് ഇനീഷ്യൽ ഡേയ്സിൽ GST ഒക്കെ വന്നിരുന്ന സമയത്ത് ഫുഡിന് മുകളിലുള്ള GST എന്ന് പറയുന്നത് എത്രയായിരുന്നു, 18% 18% എന്ന് പറയുമ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ 18% എന്ന് പറയുന്നത് GST ആയിരുന്നു. ഒബ്വിയസ്ലി ആളുകൾ എന്തുണ്ടാക്കും, ഭക്ഷണത്തിന് ഇത്രയും ഹയർ ടാക്സേഷൻ ഉണ്ടെങ്കിൽ ആളുകൾ കുറെ റെപ്രസെന്റേഷൻസ് ഗവൺമെന്റിലേക്ക് കൊടുത്തു. ആ കൊടുത്തിട്ടാണ് ഓവർ ദി പീരിയഡ് ഈ 18% എന്ന് പറയുന്നത് എത്ര ശതമാനമാക്കി കുറച്ചിട്ടുള്ളത്, 5%. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം നിലവിൽ 18% ആയിരുന്നു ടാക്സ് കൊടുത്തിരുന്നത്. ഗവൺമെന്റ് GST കുറച്ച് 5% ആക്കി. ഓക്കെ അല്ലെ? ഒരു റെസ്റ്റോറന്റ് ഓണർ ഗവൺമെന്റ് 5% GST ആക്കി. പക്ഷെ അയാള് പണ്ടത്തെ 18% തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ ബില്ലിട്ട് തന്നു എന്ന് വിചാരിക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും, 5% ആണ് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിലേക്ക് അടയ്ക്കണുള്ളൂ. ബാക്കി 13% അയാൾ കയ്യിലെടുത്ത് വെക്കും അല്ലെ? ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റീറിങ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റീറിങ്. ഗവൺമെന്റ് GST കുറച്ചാൽ അതിന്റെ ബെനഫിറ്റ് കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റീറിങ്. ഈ പ്രോഫിറ്റീറിങ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആന്റി
പ്രൊഫിറ്റീറിംഗ് മെഷേഴ്സ്. റിപ്പീറ്റ് ചെയ്യട്ടെ, എന്താണ് പ്രൊഫിറ്റീറിംഗ് എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റ് GST കൗൺസിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ പ്രൊഡക്റ്റുകൾ ഒരു ടാക്സ് ലാബിൽ നിന്ന് അടുത്ത ടാക്സ് ലാബിലേക്കൊക്കെ അവർ മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? 18% GST ഉള്ള ഒരു പ്രൊഡക്റ്റിന് 5% സ്ലാബിലേക്ക് വന്ന വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ്? ദി ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. ശരിയാണോ? പക്ഷെ ഗവൺമെന്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടാവും. നിങ്ങൾക്ക് ആരൊക്കെയും അറിയോ ഏതൊക്കെ പ്രൊഡക്റ്റ് 18-ലാണോ 5-ലാണോ? നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ കടക്കാരൻ എന്തിനുള്ള സാധ്യതയുണ്ട്? പണ്ട് 18 ഉണ്ടായിരുന്നത് ഇപ്പൊ 5 ആയിട്ടുണ്ടാവും. അയാൾ അത് 18 ബില്ല് ചെയ്ത് തന്നാലും നമുക്ക് പെട്ടെന്ന് അറിയണമെന്നില്ലല്ലോ. അത്തരത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൊഫിറ്റീറിംഗ് എന്ന് പറയാ. ഈ പ്രൊഫിറ്റീറിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ വിളിക്കുന്ന പേരാണ് ആന്റി പ്രൊഫിറ്റീറിംഗ് മെഷേഴ്സ്. ഈ ആന്റി പ്രൊഫിറ്റീറിംഗ് മെഷേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയെ വിളിക്കുന്ന പേരാണ് നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റി. എന്തെല്ലാമായിരിക്കും നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റിയുടെ പവർ? നമുക്കൊന്ന് വായിച്ചു നോക്കാലോ. വാട്ട് ആർ ദി പവേഴ്സ് ഓഫ് നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റി? ഫസ്റ്റ് വൺ, NAA ഹാസ് ദി അതോറിറ്റി ടു deregister an entity or a business. എപ്പോ? If it fails to pass on the benefit of lower taxes under the GST to the consumer. ഗവൺമെന്റ് GST കുറച്ചാൽ GST കുറച്ച് കുറഞ്ഞ പൈസയിൽ കൺസ്യൂമറിന് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ കമ്പനിയെ ഡീരജിസ്റ്റർ ചെയ്യുക. കമ്പനിയുടെ ലൈസൻസ് ഇൻവാലിഡേറ്റഡ് ആക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റി. ഒരു വർഷം പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ NAA കുറിച്ച്. അടുത്തൊരു പവർ എന്ന് പറയുന്നത് എന്താ? NAA will recommend the return of undue profit that a business earned from not passing on reduction and benefit of tax to consumers along with the interest. It can also impose a penalty. എന്താണ് അതിനർത്ഥം? നിങ്ങൾ ഭക്ഷണം കഴിച്ചു, 18% ഗവൺമെന്റ് 5% ടാക്സ് ആക്കി കുറച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ 18% ടാക്സ് ചെയ്തു. നിങ്ങളുടെ പൈസയല്ലേ പോയിട്ടുള്ള? റെസ്റ്റോറന്റ് ഓണറിൽ നിന്ന് ആ പൈസ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തരാനുള്ള അധികാരം ആർക്കുണ്ട്? NAക്ക്. അതുപോലെ തന്നെ ഇയാൾ ചെയ്തത് ഒരു ഉഡായിപ്പ് പരിപാടി ആയതുകൊണ്ട് ഭാവിയിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അയാൾക്ക് മുകളിൽ എന്ത് ഇമ്പോസ് ചെയ്യാം? പെനാലിറ്റി അല്ലെങ്കിൽ ഫൈൻ ഇമ്പോസ് ചെയ്യാം. ഇത്തരം അധികാരങ്ങളുള്ള ഏജൻസിയാണ് നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റി ഫോം ചെയ്തിട്ടുള്ളത് ഏത് ലോ പ്രകാരമായിരിക്കും? GST അല്ലേ പഠിക്കുന്നത്? ഞാൻ ചിലപ്പോൾ ഇതേ പഠിക്കുന്നുണ്ടാവുള്ളൂ. പ്രിലിമിനറിക്ക് ഇതായിരിക്കും ചോദിക്കുക. ഇപ്പൊ ടെക്നിക്കലി ഞാൻ പഠിപ്പിക്കാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പഠിപ്പിച്ചത് ഇത് GSTയിലല്ലേ. ഇപ്പൊ GST ലോസ് ആണ് ഏത് ഓർഗനൈസേഷന്റെ പാരന്റ് ലോ എന്ന് പറയുന്നത്? നാഷണൽ ആന്റി പ്രൊഫിറ്റീറിംഗ് അതോറിറ്റിയുടെ. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും UPSCക്ക് പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ അതേപോലെ ആയിരിക്കില്ല നമ്മൾ പഠിപ്പിച്ചതെന്ന് മാത്രം കേട്ടോ. സോ the National Anti-Profiteering Authority is formed under the panel of GST. Okay. ഇതിനിടയിൽ ഇവിടെ ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ? മൾട്ടിപ്പിൾ ടാക്സ് ലാബിന്റെ കാര്യങ്ങൾ. ടാക്സ് ബോയൻസി, ടാക്സ് എക്സ്പെൻഡിച്ചർ, ടാക്സ് ടു GDP റേഷ്യോ ഇത് എടുത്തതാണ് അല്ലെ? എന്ത് ടാക്സ് ടു GDP റേഷ്യോ? ടോട്ടൽ ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് GDPയുടെ എത്ര പെർസെന്റേജ് ആണോ അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ടു GDP റേഷ്യോ. എന്താ ഇതിന്റെ അഡ്വാൻറ്റേജ്? ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ എക്കണോമിക് പ്രോഗ്രസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടാക്സ് ടു GDP റേഷ്യോ ഹൈ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ടാക്സ് ടു GDP റേഷ്യോ ഇൻക്രീസ് ചെയ്തു. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? എന്തായിരിക്കും? കഴിഞ്ഞ വർഷത്തോട് കമ്പയർ ചെയ്യുമ്പോൾ, GDPയോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമുക്ക് കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടിയെന്നല്ല അതിനർത്ഥം. മേ ബി ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് വാട്ട്? കൂടുതൽ ടാക്സ് റവന്യൂ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇയറിൽ ഗവൺമെന്റിന്റെ എന്ത് കുറവായിരിക്കാം? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറവായിരിക്കും. എന്ത് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ഒരു പാരാമീറ്ററിൽ നിന്ന് അടുത്ത പാരാമീറ്ററിലേക്ക് പോകുന്നത് കണ്ടോ? എന്ത് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ? വരുമാനം മൈനസ് ചെലവ് അല്ലെ?
ഇപ്പൊ ടാക്സ് റവന്യൂ കൂടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കടമെടുക്കുന്നത്, ഡെഫിസിറ്റ് എന്താ എടുത്തത്? കടമെടുക്കുന്നത്. ശരിയാണോ? ആ വർഷം ഗവൺമെന്റ് എടുക്കുന്ന കടം കുറവായിരിക്കാം. കടം കുറവാണെങ്കിൽ എന്താണ്? എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറവായിരിക്കാം. കുറെ ടൈമുകൾ കണക്ട് ചെയ്ത് പോകുന്നത് കണ്ടോ? ഇതാണ് പ്രിലിമിനറി ചോദ്യം. ഈ ഒരു ടൈം ആയിരിക്കും ചോദിക്കുക. അതിനെ ബേസ് ചെയ്തൊരു 3 പാരാമീറ്റർ അപ്പുറത്തുള്ള പാരാമീറ്റർ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾ ഓരോരോ പാരാമീറ്റർ കണക്ട് ചെയ്ത് തിങ്ക് ചെയ്യണം. അത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടാ. ഇനി എന്താണ് ടാക്സ് ബോയൻസി എന്ന് പറയുന്നത്? നമ്മുടെ എക്കണോമിയിൽ GDP ഗ്രോത്തിനനുസരിച്ച് ടാക്സ് കളക്ഷൻ എത്രത്തോളം ചേഞ്ച് സംഭവിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈമിനെയാണ് ടാക്സ് ബോയൻസി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടാ. ഇതാണ് ടാക്സ് റവന്യൂ. ഇവിടെയാണ് ഗ്രോത്ത് റേറ്റ്. ഇവിടെ കുറച്ച് വാല്യൂസ് എഴുതാം. എന്തായിരിക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയണം. ഗ്രോത്ത് റേറ്റ് 10% ഓഫ് GDP ആണ്. ഞാൻ 2 ഫിഗർ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഈ പാരാമീറ്ററിന്റെ ഉദ്ദേശം. എക്കണോമിക് ഗ്രോത്ത് എന്താ ഉണ്ടായി ഒരു വർഷത്തില്? എക്കണോമിക് ഗ്രോത്ത് കൂടി. 10% ഉണ്ടായിരുന്ന എക്കണോമിക് ഗ്രോത്ത് 2024 ആയപ്പോ എത്രയായി? 14%, 14%. ടാക്സ് റവന്യൂയുടെ കളക്ഷൻ നോക്കിയേ. 3% ആയത് 2% കുറഞ്ഞു. എന്ന് വെച്ചാൽ എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ടാക്സ് കളക്ഷൻ ഡിക്രീസ് ചെയ്യാണ്. എന്താണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ? അതന്നെ പരിപാടി, ടാക്സ് വെട്ടിപ്പ്. എക്കണോമി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ആളുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ടാക്സ് അടയ്ക്കുന്നില്ല. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യന്റ് അല്ല. കൃത്യമായിട്ട് ടാക്സ് നമ്മുടെ നാട്ടിൽ അടപ്പിക്കുന്നില്ല അവരെ കൊണ്ട്. കറക്റ്റ് അല്ലേ? ടാക്സ് ബോയൻസിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ടാക്സ് ബോയൻസി നോക്കിക്കഴിഞ്ഞാൽ ടാക്സ് വെട്ടിപ്പ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. സോ വി ക്യാൻ ഇംപ്രൂവ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വി ക്യാൻ ഇൻക്രീസ് ടാക്സ് റവന്യൂ. ഓക്കെ അല്ലേ? ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ GST പോലെയുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സസ് ഇതൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ? ഇതിനെല്ലാം വരുന്ന ചെലവിനെയാണ് സിംപിളി എന്തെന്ന് പേര് വിളിക്കുക? ടാക്സ് എക്സ്പെൻഡിച്ചർ. ടാക്സ് കളക്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒഫീഷ്യൽസ്, ഇവർക്കെല്ലാം വരുന്ന ചെലവിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്താണ് ഇന്ത്യയിലെ ടാക്സേഷന്റെ ഇഷ്യൂസ്? ഈ പോയിന്റ് മെയിൻസിൽ നമ്മൾ എടുക്കൂട്ടാ. ഇന്ത്യയിലെ ഓർഗനൈസേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% ഓർഗനൈസേഷൻസ് മാത്രമാണ് ഇന്ത്യയിൽ ഫോർമൽ ഓർഗനൈസേഷൻസ് ഉള്ളൂ. ഇന്ത്യ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന സ്ഥാപനങ്ങൾ. ബാക്കി 90% ഓഫ് ഓർഗനൈസേഷൻസ് ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആണ്. ഇവരൊന്നും എന്തടയ്ക്കുന്നില്ല? പ്രോപ്പറായിട്ട് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നില്ല. അതാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദി എക്കണോമി ഈസ് നോട്ട് കവേർഡ് അണ്ടർ ടാക്സേഷൻ. ഗവൺമെന്റ് പ്രൊവൈഡ് ടാക്സ് എക്സംഷൻസ് ടു കോർപ്പറേറ്റ്. എക്സാമ്പിൾ കണ്ടിരുന്നു, കോവിഡിന്റെ സമയത്ത് 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സ് 22% ആക്കി കുറച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു അല്ലെ? ആ എക്സ്ട്രാ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്തെന്ന് പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചു. ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല. എന്താ കാരണം? ദി ആക്ച്വൽ ഇഷ്യൂ ഓഫ് കോവിഡ് വാസ് ഡിമാൻഡ് സൈഡ്, നോട്ട് എ സപ്ലൈ സൈഡ് ഫാക്ടർ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഇഷ്യൂസ് റിലേറ്റഡ് ടു GST ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് നിങ്ങൾ വായിക്കാട്ടോ. റീസെന്റ് കൊണ്ടുവന്നിട്ടുള്ള ടാക്സേഷൻ റിഫോംസാ. ഇതൊന്നും ഞാൻ ജസ്റ്റ് കറന്റ് അഫെയറിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളൂ. ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 PYQ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആൻസർ പറയും. 2 PYQs വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ക്ലാസ്സിൽ എടുത്തത് കൊണ്ട് ഇത് എളുപ്പമാണ്. ക്ലാസ്സിൽ എടുത്തിട്ടില്ലെങ്കിൽ ഇത് എത്ര ചിന്തിച്ചാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്താണ് ആൻസർ? The term base erosion and profit shifting is sometimes seen in the news in the context of option B, curbing of the tax evasion by multinational company. എന്തായിരുന്നു? ഒരു രാജ്യത്ത് നിന്ന് ടാക്സ് ഹെവനിലേക്ക് പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്ത് അവിടെ കുറഞ്ഞ ടാക്സ് അടച്ച്
ഒരു അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് അല്ലെ. നെക്സ്റ്റ് വൺ, ഇത് നേരിട്ട് എടുക്കില്ല, വെറും കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാട്ടാ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്നത് ഒന്നായിരിക്കും, ചോദിക്കുന്നത് വേറൊരു മോഡിഫൈഡ് ഫോമിലായിരിക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നൊന്ന് ആലോചിച്ച് പറയും. വളരെ 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 സിമ്പിൾ ചോദ്യമാണ് ഇത്. എക്കണോമിയുടെ പ്രത്യേകത എന്താ? 4 വർഷം 5 വർഷം 10 വർഷത്തേക്ക് ഒരിക്കലും എന്തില്ല, ഒരു കോൺസ്റ്റന്റ് ട്രെൻഡ് ഉണ്ടാവില്ല. എക്കണോമിയിൽ ഏത് പാരാമീറ്റർ പ്ലോട്ട് ചെയ്താലും നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുക മക്കളെ? ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടും കുറയും, കൂടും കുറയും, കൂടും കുറയും. ഇവരെന്താ പറയുന്നത്? ഒരു ഡീക്കേഡിലേക്ക് സ്റ്റഡിലി ഇൻക്രീസിങ് അല്ലെങ്കിൽ സ്റ്റഡിലി ഡിക്രീസിങ് എന്നാ പറയുന്നത്. എക്കണോമി ഒരിക്കലും 10 വർഷത്തെ എല്ലാ പാരാമീറ്ററും, എക്കണോമിയിലെ പാരാമീറ്റർ മോസ്റ്റ്ലി മെഷർ എന്തിനാ? ഓരോ ക്വാർട്ടറിലായിരിക്കും, 3 മാസം കൂടുമ്പോഴായിരിക്കും. ഓൾവേസ് ഫ്ലക്ച്വേറ്റിംഗ്. നെവർ ever you can see a consistent increase or decrease. എന്തേലും നടക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും എന്തേലൊക്കെ സംഭവിക്കും. ലോകത്ത് എന്തേലൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ എന്തേലും സംഭവിക്കും. എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ട്രെൻഡ്സ് മാറി മാറി വരും. സോ ആൻസർ വുഡ് ബി ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഇതിന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ, എന്ത് മാത്രം അറിഞ്ഞാൽ മതി. 10 വർഷം. ഇവരിത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പെട്ടു. ഇങ്ങനെ പറഞ്ഞ മക്കളെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത് കേട്ടോ. 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ മേ ബി നമുക്ക് എന്തുണ്ടാവാം? കൺസിസ്റ്റന്റ്ലി മേ ബി ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. പക്ഷെ 10 വർഷം ഒരിക്കലും നമുക്ക്, ഈവൻ 5 ഇയർ ആണെങ്കിൽ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. 2 വർഷമൊക്കെ കമ്പയർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയണം അതിനെക്കുറിച്ച്. കൂടുന്നോ കുറയുന്നോ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 10 വർഷം എന്ന് പറയുമ്പോൾ സച്ച് എ ലോങ് പീരിയഡ് ആണ്. നമ്മളാണെങ്കിൽ 2010 തൊട്ട് 2020, അല്ലെങ്കിൽ 2015 തൊട്ട് 2025, നിങ്ങൾ ഈ ഒരു ഡീക്കേഡ് മാത്രം എടുക്കുക. 2015-ന് 25-ന് ഇടയിലുള്ള ഒരു ഡീക്കേഡ് എന്തൊക്കെ സംഭവിച്ചു? കോവിഡ്, റഷ്യ ഉക്രൈൻ വാർ, പലസ്തീൻ ഇസ്രായേൽ വാർ, ഇത് കഴിയുമ്പോൾ അടുത്ത വാർ വരും. മനസ്സിലായ? ചൈന പറ്റാവുന്ന എല്ലാരും തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ? സൗത്ത് ചൈന സീൽ അല്ലെ. ഇപ്പൊ എന്താണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്? ഫിലിപ്പീൻസിന് അമേരിക്ക $500 മില്യൺ മിലിറ്ററി എയ്ഡ് കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തായ്വാൻ കിടക്കുന്നുണ്ട്. എല്ലാരും ചൊറിയുന്നുണ്ട്. എന്തേലൊക്കെ സംഭവിക്കാം. ഇനി ഇതേപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എസ്കലേറ്റ് ചെയ്യാം. ഇറാൻ പിക്ചറിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായ? ഹെസ്ബുള്ള എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇറാൻ പിക്ചറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരുപാട് പ്രശ്നം, ലോകത്തെ എവിടെ എന്ത് സംഭവിച്ചാലും ദാറ്റ് വിൽ റിഫ്ലക്ട് ഓൺ ഇന്ത്യൻ എക്കണോമി. മനസ്സിലായോ? അപ്പൊ 10 വർഷത്തേക്കൊക്കെ ചോദിച്ചതിന് there is no clear trend. Chapter is over. We are moving to banking.